ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കുക്കിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കോളിഫ്ലവർ എടുക്കുന്നുണ്ട്. ഒരു കോളിഫ്ലവറിൻ്റെ മൊത്തത്തിൽ എടുക്കുന്നില്ല, ചെറിയൊരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ വേറെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നാക്കി ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ചെറിയൊരു സ്പൂണിന് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചൂടാറിയ കോളിഫ്ലവറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നാക്കി മിക്സ് ചെയ്യുക. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ തന്നെ ഉണ്ടാവും, കാരണം നമ്മൾ തിളപ്പിച്ചെടുത്തതല്ലേ. കുറച്ച് മുളക് പൊടിൻ്റെ കുറവും കൂടെ ഉണ്ട്. അപ്പം ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നാക്കി അമർത്തി വെച്ചിട്ട് നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അരി വേവിച്ചെടുക്കാനാണ്. ഒരു ഗ്ലാസ് അരിക്ക് ഡബിൾ വെള്ളം. ഇതിലേക്ക് ഞാൻ 2 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു സ്പൂണിന് മിൽമൻ്റെ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിരിക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ നന്നാക്കി വാഷ് ചെയ്ത് ഒരു പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റെയിനറിൽ. അപ്പം ഇത് തിളച്ചപ്പോൾ ഞാൻ ഈ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളൻ്റെ പകുതി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, ഒരു ബജ്ജിമുളക്, കുറച്ച് ബീൻസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടൊമാറ്റോൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി സോസ് കൈവശമുണ്ടെങ്കിൽ ഈ ടൊമാറ്റോൻ്റെ ഈ ഭാഗം കൊണ്ട് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു പീസ് ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂണ് പഞ്ചസാരയാണ്. നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നന്നാക്കി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഏകദേശം നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ 15 മിനിറ്റായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോളിഫ്ലവർ ഇതാ ഇങ്ങനെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് 2 ഭാഗം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ കോളിഫ്ലവർ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇതാ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു സെയിം പാത്രം തന്നെ എടുത്തത്. അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം
ഞാൻ ഒരു സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവേ. ഓയിലൊക്കെ നന്നാക്കി ചൂടായി വന്നു. ഇതിലേക്ക് നമ്മൾ ഒരു പകുതി ഉള്ളി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓവർ റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉള്ളിയൊക്കെ എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതാ ബീൻസും പച്ചമുളകും ക്യാരറ്റൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റൈസിലും കോളിഫ്ലവറിലും ഒക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 4 കാഷ്യൂനട്ട് കട്ട് ചെയ്തിട്ടോ അതുപോലെ ഒരു 4 മുന്തിരിയാണ്, ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീൻസ് ഒന്ന് വേവാൻ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. 3-4 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഓപ്പണാക്കി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 1 സ്പൂണ് ഗരം മസാല ആണ്. നന്നാക്കി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോൻ്റെ സോസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഇനി റൈസ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ച റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബിരിയാണി റൈസായ കൈമാണ് എടുത്തത്. ഇനി നിങ്ങളുടെ അടുത്ത് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് ഒന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അരി ഉടഞ്ഞു പോവാണ്ട് ഒന്ന് മെല്ലെ ഒന്ന് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി ഇറക്കി വെച്ചു. അതിനുശേഷം മാത്രം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കാരണം മല്ലിച്ചപ്പ് പെട്ടെന്ന് വാടി പോവുക. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിഞ്ഞ് ഓപ്പൺ ആക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മല്ലിച്ചപ്പ് ഇത് എപ്പോഴും ഫ്രഷായി തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ഇപ്പം ഞാനിത് നൈറ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഡിന്നറാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പെടുക്കാൻ. ഇത് 3 പേർക്കൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആട്ടോ ഫ്രൈഡ് റൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് പപ്പടമാണ്, പിന്നെ സർലാസും ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.